Question നോക്കുക. Four particles, each of mass m are placed at the vertices of a square of side L. The potential at the center of square is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ ഇതുപോലെ മാർക്ക് ചെയ്യാം. സ്ക്വയർ, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇവിടെ എം മാസുള്ള ഒരു ബോഡി ഉണ്ട്, ഇവിടെ എം മാസുള്ള ഒരു ബോഡി ഉണ്ട്, എം മാസുള്ള ഒരു ബോഡി ഉണ്ട്, എം മാസുള്ള ഒരു ബോഡി ഉണ്ട്. ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ലെങ്ത്ത് എല്ലാണ്, ഈ ലെങ്ത്ത് എല്ലാണ്, ഈ ലെങ്ത്തും എല്ലാണ്, ഈ ലെങ്ത്തും എല്ലാണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് എൽ, ഇത് എൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് വരിക? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ. സോ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ റൂട്ട് 2L സ്ക്വയർ എന്ന് വരും. അപ്പോൾ എ സി ഈക്വൽ ടു എൽ റൂട്ട് 2 വരും. പക്ഷെ നമുക്ക് വേണ്ടത് എ സി അല്ല, എ ഒ. ഇതിൻ്റെ പകുതി മതി അല്ലേ. അപ്പോൾ എ ഒ എന്ന് പറയുകയാണെങ്കിൽ അത് എ സി ബൈ 2 ആണ്. ദറ്റ് ഈസ് എൽ റൂട്ട് 2 ബൈ 2. എൽ റൂട്ട് 2 ബൈ 2 എന്ന് പറയുകയാണെങ്കിൽ എൽ ബൈ റൂട്ട് 2 ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ ഫിഗർ പ്രകാരമാണെന്നുണ്ടെങ്കിൽ എ ഒ എന്ന് പറയണതും ഡി ഒ എന്ന് പറയണതും ഒ സി എന്ന് പറയണതും ഒ ബി എന്ന് പറയണതും എന്ത് തന്നെയാണ്? എൽ ബൈ റൂട്ട് 2. ദാറ്റ്സ് ഈക്വൽ ടു ആർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് മാസ് എം അറ്റ് എ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്തായിരിക്കും വരിക? ഞാൻ ജസ്റ്റ് സെൻറ്റൻസ് ഒന്നുകൂടെ എഴുതി വയ്ക്കാം. Potential due to a point, potential due to a point mass m at a distance r is ഫോർമുല ഇതാണ് വരിക, മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ ആണ് വരിക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ potential equal to minus gm by OA plus minus gm by OB plus minus gm by OD plus minus gm by OC എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒ എ, ഒ ബി, ഒ സി, ഒ ഡി എല്ലാം എന്താണ്? എൽ ബൈ റൂട്ട് 2 ആണല്ലേ. സോ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ എൽ ബൈ റൂട്ട് 2 മൈനസ് ജി എം ഡിവൈഡഡ് ബൈ എൽ ബൈ റൂട്ട് 2 മൈനസ് ജി എം ബൈ എൽ ബൈ റൂട്ട് 2 മൈനസ് ജി എം ഡിവൈഡഡ് ബൈ എൽ ബൈ റൂട്ട് 2 എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാതും നോക്കി നമുക്കറിയാം ഒരേപോലെയാണ്, കമ്പൈൻ ചെയ്ത് പറയാനായിട്ട് പറ്റും. സോ മൈനസ് 4gm ഡിവൈഡഡ് ബൈ എൽ ബൈ റൂട്ട് 2 എന്ന് പറയുകയാണെങ്കിൽ മൈനസ് 4 റൂട്ട് 2 gm ഡിവൈഡഡ് ബൈ എൽ എന്ന് നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ നമ്മുടെ ആൻസർ അപ്പോൾ എത്രയാണ് വരിക? മൈനസ് 4 റൂട്ട് 2 gm ബൈ എൽ. ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 4 നോക്കുക. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് മാറുന്നത്, മൈനസ് 4 റൂട്ട് 2 gm ബൈ എൽ. നല്ലൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. 33. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.